ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തുന്ന അനുഭവമുണ്ട്, കരുതുന്ന അനുഭവമുണ്ട്. ഇന്ന് നമുക്ക് ഒത്തിരി ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കുവാൻ ഒരുങ്ങാം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുവാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ഓരോ ദിവസവും നമ്മൾ അടിസ്ഥാനമിടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഭരണം, നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുവാണ്. ഓരോ ദിവസവും നമ്മൾ വചനത്തിലൂടെ ജീവിതം ആരംഭിക്കുമ്പോൾ, നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ പിശാചിൻ്റെ ഭരണം അവിടെ തകിടം മറിയുകയാണ്. ദൈവത്തിൻ്റെ ഭരണം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണം, നമ്മുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം, തലമുറയുടെ നിയന്ത്രണം എല്ലാം ദൈവം ഏറ്റെടുക്കും. പിശാചിൻ്റെ നിയന്ത്രണവും ഭരണവും തകിടം മറിയും. അത് പലതായി തകർന്നു പോകും. ദൈവത്തിൻ്റെ ഭരണമാണ്, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് നമ്മളുള്ളത്. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിലാണ് ഉള്ളത്. ദൈവത്തിൻ്റെ നന്മയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നല്ലൊരു വചനം ഇന്ന് കേൾക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാമത്തെ വാക്യം. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഒരു ദൂതനെ ദൈവം അയക്കുക. നീ പോകുന്നതിന് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? മുമ്പേ പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ, ആ വചനത്തിന് അടിസ്ഥാനമിട്ട് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ, ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണം വരും. അവിടെ ദൈവത്തിൻ്റെ ഭരണം അവിടെ ഉണ്ടാവുക. അപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിനക്ക് മുമ്പേ അയക്കുവാണ്. അയച്ച് അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. അപ്പോൾ ദൂതൻ മുന്നേ പോകുന്ന എന്തിനെന്നറിയോ? നിന്റെ വഴികളിൽ നീ തകർന്നു പോകാതിരിക്കാൻ, നീ നടക്കുന്ന വഴിയിൽ നിനക്കൊരു ആപത്ത് വരാതിരിക്കാൻ, ഒരു ദോഷവും നിനക്ക് വരാതിരിക്കാൻ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, അവൻ, ആ ദൂതൻ നിന്റെ വഴിയിൽ പ്രത്യേകമായി കാത്തുകൊള്ളും. അതിൻ്റെ അർത്ഥം എന്നാ? ദൈവവചനം ഒരു ദിവസം 5-10 മിനിറ്റോ കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ യാത്ര, എൻ്റെ അധ്വാനങ്ങൾ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണം അവിടെ ഉണ്ടാകുന്നു. പിശാചിൻ്റെ ഭരണം തകിടം മറിയുന്നു. അതെഴുതിയിരിക്കുന്നത്, ഞാൻ ദൂതനെ ഞാൻ നിനക്ക് മുമ്പേ അയക്കും. അവൻ നിനക്ക് മുമ്പേ പോകുന്നത് നിന്റെ വഴിയിൽ നിന്നെ കാക്കാനാണ്, നിന്നെ സംരക്ഷിക്കാനാണ്. അങ്ങനെ സംരക്ഷിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും നഷ്ടങ്ങളും ചതിയും എല്ലാം മാറിപ്പോകും.